നിങ്ങളൊരു ഫുഡ് ബിസിനസ് ചെയ്യുകയാണ്, ഫുഡ് ബിസിനസ്സിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യാൻ പോവുകയാണ്, നിങ്ങൾക്ക് ട്രേഡ് മാർക്ക് എടുക്കണം. ഡെഫിനറ്റ്ലി ഈ ഒരു വീഡിയോ നിങ്ങൾ വലിയ രീതിയിൽ തന്നെ സഹായിക്കുന്നുണ്ട്. കാരണം ഇന്ത്യയിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻസ് ആപ്ലിക്കേഷൻസ് നടക്കുന്നത് ഈ ഫുഡ് കാറ്റഗറിയിലാണ്. ഒരുപാട് ഞങ്ങൾക്കും വരുന്നത് ഫുഡ് മേഖലയിൽ തന്നെയാണ്. കാരണം ഒരു 10 കോൾസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിലെ ഒരു 7-8 കോൾസും ഈ ഫുഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ബിസിനസ്സിനാണ്. ഒരുപാട് സംശയങ്ങളാണ് പലപ്പോഴും അത്തരം ബിസിനസ് ചെയ്യുന്നവർക്കുള്ളത്, ഏത് ക്ലാസ്സിൽ അപേക്ഷിക്കണം എന്നുള്ളത്. അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടൊരു വിവരണമാണ് ഞാൻ തരാനായിട്ട് പോകുന്നത്. അതിന് തന്നെ പറയാം, ഫുഡ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ക്ലാസ്, ട്രേഡ് മാർക്ക് ക്ലാസ് ഇല്ല. നമുക്കറിയാം ട്രേഡ് മാർക്കിനകത്ത് 1 മുതൽ 45 വരെ ക്ലാസ്സസ് ആണ് ഉള്ളത്. ഓരോ ക്ലാസ്സിലും ഓരോ കാറ്റഗറി പ്രൊഡക്ട്സ് ആണ് വരുന്നത്. ഫുഡിൻ്റെ കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുള്ള പെർട്ടിക്കുലർ ക്ലാസ് വരുന്നില്ല. അതൊരു 3-4 ക്ലാസ്സുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. പ്രധാനമായിട്ടും വരുന്ന ക്ലാസ്സുകൾ ഇതൊക്കെയാണ്. ക്ലാസ് 29, ക്ലാസ് 30, 31, 32, 4 ക്ലാസ്സുകൾ. ഇതിൽ ഓരോ ക്ലാസ്സിലും ഓരോ കാറ്റഗറി പ്രൊഡക്ട്സ് ആണ്. ഞാനൊരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് പറഞ്ഞു പോവാം. ഇപ്പം നിങ്ങൾ ചെയ്യുന്നത് കോക്കനട്ട് ആണെന്ന് വിചാരിക്കുക, കോക്കനട്ടിൻ്റെ പ്രോഡക്ട്സ് ആണ് വിചാരിക്കുക. അപ്പോൾ തേങ്ങ വെച്ചിട്ട് നമുക്ക് ഇഷ്ടം പോലെ പ്രോഡക്ട്സ് ചെയ്യാനായിട്ട് കഴിയും അല്ലേ. ഇപ്പം കോക്കനട്ട് ചമ്മന്തിപ്പൊടി, കോക്കനട്ടിൻ്റെ ചമ്മന്തിപ്പൊടി നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ചമ്മന്തിപ്പൊടി പോലുള്ള ഐറ്റംസ് എല്ലാം വരുന്നത് ക്ലാസ് 30ലാണ്. ഇനി നിങ്ങൾ കോക്കനട്ട് ജസ്റ്റ് ഡ്രൈ ചെയ്തിട്ട് വിൽക്കാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് വരുന്നത് ക്ലാസ് 29ലാണ്. ഡ്രൈഡ് കോക്കനട്ട് അല്ലെങ്കിൽ കോക്കനട്ട് പൗഡർ ഒക്കെ വരുന്നത് ഇതിലാണ്, ക്ലാസ് 29ലാണ്. ഇനിയിപ്പോൾ ചട്നി പൗഡർ, മസാല പൗഡർ പോലുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് ക്ലാസ് 30ലാണ്. ഇനി ഈ തേങ്ങ നിങ്ങൾ പൊട്ടിച്ചിട്ട് അതിന് വെള്ളം എടുത്തിട്ട് അത് ബോട്ടിൽ ചെയ്തിട്ട് കോക്കനട്ട് വാട്ടറാണ് നിങ്ങൾ വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അത് വരുന്നത് ഈ 2 ക്ലാസ്സിലും അല്ല, ക്ലാസ് 32ലാണ്. ക്ലാസ് 32. ഇനി ഇതൊന്നുമല്ല നിങ്ങൾ ചെയ്യുന്നത്, തേങ്ങനെ അതേപോലെ ബ്രാൻഡ് ചെയ്തിട്ട് വിൽക്കുകയാണ്, അല്ലെങ്കിൽ ചിരട്ട നിങ്ങൾ ബ്രാൻഡ് ചെയ്തിട്ട് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വരുന്നത് ക്ലാസ് 31ലാണ്. അതായത് തേങ്ങ വെച്ചിട്ട് നിങ്ങൾ പല വിഭവങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ പ്രോഡക്ട്സും, ഓരോ കാറ്റഗറി പ്രോഡക്ട്സും വെവ്വേറെ ക്ലാസ്സസിലായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ തേങ്ങയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോഡക്ട്സും ചെയ്യുകയാണെങ്കിൽ ഈ 4 ക്ലാസ്സുകളിൽ അപേക്ഷിക്കേണ്ടതായിട്ട് വരും. മറ്റൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഈ കടകളിൽ കാണാറില്ലേ, പായസത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ തന്നെ ഏലം ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു പാക്ക് 10 രൂപയുടെയും 50 രൂപയുടെയൊക്കെ ചെറിയ ചെറിയ പാക്കറ്റ്സ് നിങ്ങൾ കാണാനായിട്ട് കഴിയില്ലേ. അതാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് ട്രേഡ് മാർക്ക് ക്ലാസ്സിലാണ് അപേക്ഷിക്കേണ്ടത്? ഏലം എന്ന് പറയുന്നത് എന്താണ്? സ്പൈസാണ്, റൈറ്റ്? ഈ സ്പൈസസ് വരുന്നത് ഏത് ക്ലാസ്സിലാണ്? ക്ലാസ് 30ലാണ്. ഇനി ഇതിനകത്ത് വരുന്ന അണ്ടിപ്പരിപ്പ് നട്ട്സാണ്. ഈ നട്ട്സ് വരുന്നത് ഇതിലാണ്, ക്ലാസ് 29ലാണ്. ഇനി കിസ്മിസ്, ഉണക്കമുന്തിരി, ഈ ഉണക്കമുന്തിരി വരുന്ന ഇതിലാണ്, അത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഡ്രൈഡ് ഫ്രൂട്ട് വരുന്നത് ക്ലാസ് 29ലാണ്. അപ്പോൾ 29ലും ചെയ്യണം, 30ലും ചെയ്യണം. മൾട്ടിപ്പിൾ ക്ലാസ്സിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഇപ്പം നിങ്ങൾ ജനറൽ ആയിട്ടുള്ള സ്നാക്കാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ജനറൽ ആയിട്ടുള്ള സ്നാക്ക്, ഇപ്പോൾ മുറുക്ക് പോലുള്ള ഐറ്റംസ് ഒക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് വരുന്നത് ക്ലാസ് 30ലാണ്, ക്ലാസ് 30. ഇനി മിൽക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള മിൽക്കിൻ്റെ ബൈ പ്രോഡക്ട്സ് ഒക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതിൻ്റെ സ്നാക്സ് ഒക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് വരുന്നത് ക്ലാസ് 29ലാണ്. ഇനി ജ്യൂസ് കടയാണ്, നിങ്ങൾ സ്വന്തമായിട്ട് ബ്രാൻഡഡ് ജ്യൂസ് ചെയ്യുന്നുണ്ട്, ഏത് ക്ലാസ്സിൽ വരും? ഫ്രഷ് ജ്യൂസ് ആണെങ്കിൽ, ഫ്രൂട്ട് ജ്യൂസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ഫ്രഷ് ജ്യൂസ് പറയാൻ കഴിയത്തില്ല, ഫ്രൂട്ട് ജ്യൂസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വരുന്നത് ക്ലാസ് 32ലാണ്. ഇനി മിൽക്ക് ഷേക്കുകളാണെന്നുണ്ടെങ്കിൽ അത് വരുന്നത് മിൽക്കിൻ്റെ ബൈ പ്രോഡക്റ്റ് ആണ്, ദറ്റ് ഈസ് ക്ലാസ് 32. ക്ലാസ് മാറി. അപ്പോൾ അത് വരുന്നത് ക്ലാസ് 29. അപ്പോൾ 29ൽ മിൽക്കിൻ്റെ ബൈ പ്രോഡക്ട്സ്, മിൽക്ക് ഷേക്ക് പോലുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ ഈ സാധാരണ ഫ്രഷ് ജ്യൂസ്, ക്ലാസ് 32. ഇനി നിങ്ങൾ ചോക്ലേറ്റ്സ് ആണ് വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ്സ് വരുന്നത് ക്ലാസ് 30. കേക്ക് വരുന്നത് ഏതിലാണ്? കേക്ക് വരുന്നത് ക്ലാസ് 30. റൈറ്റ്? മുട്ടയാണ് വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ മുട്ട വരുന്നത് ഏതിലാണ്? ക്ലാസ് 29ലാണ്. അപ്പോൾ മാത്രമല്ല, ഞാൻ സ്നാക്കിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ നോർമൽ ഇന്ത്യൻ സ്നാക്കൊക്കെ വരുന്നത് ക്ലാസ് 30ലാണ്. ഇനി ഈ വെജിറ്റബിൾ ചിപ്സ്, ഫ്രൂട്ട്സിൻ്റെ ചിപ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഇതെല്ലാം വരുന്നത് ക്ലാസ് 29ലാണ്. പ്രോസസ്ഡ് ഫ്രൂട്ട്സ്, പ്രോസസ്ഡ് വെജിറ്റബിൾ, ഡീഹൈഡ്രേറ്റഡ് വെജിറ്റബിൾ, ഡീഹൈഡ്രേറ്റഡ് ഫ്രൂട്ട്സ് എന്ന് വരുന്ന സാധനങ്ങളാണ് അല്ലേ. ഇതെല്ലാം വരുന്നത് ക്ലാസ് 29ലാണ്. ഇതിൻ്റെ ബൈ പ്രോഡക്ട്സ്, ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ബൈ പ്രോഡക്ട്സ്. അപ്പം ഇത്തരത്തിൽ നിങ്ങൾ ഏതെല്ലാം പ്രൊഡക്ട്സ് ആണോ ഫോക്കസ് ചെയ്യുന്നത് അതിന് അനുയോജ്യമായിട്ടുള്ള ട്രേഡ് മാർക്ക് ക്ലാസ് നോക്കിയിട്ട് അതിൽ അപേക്ഷിക്കുക തന്നെ വേണം. ഏതെങ്കിലും ഒരു ജനറലായിട്ടൊരു ക്ലാസ്സിൽ അപേക്ഷിച്ചിട്ട് കാര്യത്തിൽ അങ്ങനെ ഒരു ക്ലാസ്സും ഇല്ല. നിങ്ങളുടെ പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ട്രേഡ് മാർക്കിൻ്റെ കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ, ട്രേഡ് മാർക്ക് സർവീസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞങ്ങളെ കണക്ട് ചെയ്യാവുന്നതാണ്. ഈ മേഖലയിൽ എക്സ്പേർട്സ് ആണ് ഞങ്ങൾ.